Good morning, everybody. Respected chairperson of this session, Srimati Uma Mahadevan, honorable panelist members, Dr. T.M. Thomas Isaac, Dr. Jiju P. Alex, സഹോദരന്മാരെ, ഞാൻ ദിനേശൻ, കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റാണ്. എൻ്റെ പേപ്പർ ലൈബ്രറീസ് ഇൻ നോളജ് സൊസൈറ്റി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ലൈബ്രറീസ് എന്ന് പറയുന്നത് പബ്ലിക് ലൈബ്രറീസാണ്. നോളജ് സൊസൈറ്റി എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഗവേഷണ ഫലങ്ങൾ, സർവകലാശാലകൾ, കോളേജുകൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ഉണ്ടാകുന്ന അറിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ രൂപപ്പെട്ടു വരുന്ന സമൂഹത്തിന് പറയുന്ന പേരാണ് നോളജ് സൊസൈറ്റി. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വിശദീകരണം ആവശ്യമില്ല, പല പേപ്പറുകളിൽ അത് വന്നിട്ടുണ്ട്. പബ്ലിക് ലൈബ്രറീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. അത് ഇറ്റ് ലീഡ്സ് ടു എ ലിറ്റററി ആൻഡ് പ്രോഗ്രസീവ് സൊസൈറ്റി, ഒരു സർഗാത്മകമായ, ഒരു പരിഷ്കൃതമായ സമൂഹത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യമാണ് പബ്ലിക് ലൈബ്രറികൾക്കുള്ളത്. ഈ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെയും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെയും അതാത് കാലങ്ങളിലെ പ്രധാനപ്പെട്ട നയപ്രഖ്യാപനങ്ങൾ, അത് ചില മുദ്രാവാക്യങ്ങളിലൂടെയാണ്, ഓരോരോ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തേത്, യുനെസ്കോയുടെ പബ്ലിക് ലൈബ്രറി മാനിഫെസ്റ്റോ എന്താണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. മൂന്നാമതായിട്ട്, ടു ഐഡന്റിഫൈ ദ ചേഞ്ചിങ് റോൾ ഓഫ് ലൈബ്രറീസ് ഇൻ നോളജ് സൊസൈറ്റി, പബ്ലിക് ലൈബ്രറികൾക്ക് ഈ വൈജ്ഞാനിക സമൂഹത്തിലുള്ള റോൾ എന്താണ്. ഇതിൻ്റെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെയും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെയും വിവിധ സമയാസമയങ്ങളിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള നയപ്രഖ്യാപനങ്ങളെ പരിചയപ്പെടുത്തുക. പബ്ലിക് ലൈബ്രറി മാനിഫെസ്റ്റോ 1949 വന്നതാണ്, അതിനുശേഷമുള്ള റിവിഷൻസ്. മറ്റൊന്ന്, ഇതിനെ രണ്ടിനെയും കൂടി ഒന്ന് താരതമ്യപ്പെടുത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. പിന്നെ പ്രധാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെയും KSLCയുടെയും ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം, 1958 കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായത്. അതിൻ്റെ അന്നത്തെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്ന PN പണിക്കർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സന്ദേശമായിരുന്നു വായിച്ചു വളരുക. ഈ വായിച്ചു വളരുക എന്ന ആ ഒരു വളരെ ചെറിയ സന്ദേശമാണെങ്കിലും അതിന് വലിയ എന്താ പറയുക റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ അത് സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ ബൗദ്ധികമായിട്ടുള്ള വളർച്ച, സാംസ്കാരികമായിട്ടുള്ള വളർച്ച, സാമ്പത്തികമായിട്ടുള്ള വളർച്ച, ആത്യന്തികമായി ഈ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയിലേക്ക് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ചെറിയ സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ 25ാം വർഷത്തിൽ സിൽവർ ജൂബിലി സ്ലോഗനായിട്ട് വന്നിരിക്കുന്നത് റീഡ് ആൻഡ് ഗ്രോ. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പലതരത്തിലുള്ള അഖില കേരള വായനാ മത്സരങ്ങൾ, ജില്ലാതലത്തിലുള്ള വായനാ മത്സരങ്ങൾ, കുട്ടികൾ, വനിതാവേദി, ബാലവേദി, യുവത എന്നൊക്കെ പറഞ്ഞുള്ള ഒട്ടനവധി പരിപാടികൾ ലൈബ്രറികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ റീഡിംഗ് കോമ്പറ്റീഷൻ, വായനാ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബുക്ക് ഡിസ്കഷൻ, പുസ്തക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കരിയർ ഗൈഡൻസ്, ഈ വിജ്ഞാന കേന്ദ്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ കണ്ടന്റ് വന്നതോടുകൂടി ഈ വിജ്ഞാന കേന്ദ്രങ്ങൾ ഈ റിസോഴ്സസ് ഡൗൺലോഡ് ചെയ്ത് വിദ്യാഭ്യാസത്തിന് സപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി. പക്ഷേ അത് കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ ഒരു പ്രശ്നം വന്നത്, ഈ വിജ്ഞാന കേന്ദ്രങ്ങളെല്ലാം സ്ഥാപിക്കുകയും ലൈബ്രറികളിൽ അത് ഈ സേവന കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു. നമുക്ക് ഒട്ടത് അക്ഷയ കേന്ദ്രങ്ങളും അതുപോലെ ഈ സേവാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ലൈബ്രറികൾ ആ പണിയെടുത്തു. മറ്റ് പുറമെ ഇത് തുടങ്ങിയ സമയത്ത് ലൈബ്രറികൾ തുടങ്ങിയതൊക്കെ നഷ്ടത്തിലായിട്ട് അത് പൂട്ടിപ്പോയി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഇപ്പോൾ ഈ വിജ്ഞാന കേന്ദ്രങ്ങൾ പുതുതായിട്ട് അനുവദിക്കുന്നില്ല. അത് ഈ റിസോഴ്സ് സെൻ്ററായിട്ട് മാറ്റുകയായിരുന്നു വേണ്ടിയിരുന്നത്. മറ്റൊന്ന്, ഡയമണ്ട് ജൂബിലി സ്ലോഗനിൽ എത്തുമ്പോൾ നമുക്ക് കാണാം പബ്ലിക് അവയർനെസ് അഗെയിൻസ്റ്റ് ഡിഗ്രഡേഷൻ ഓഫ് കൾച്ചർ ആൻഡ് വാല്യൂസ്, സാംസ്കാരിക അപചയത്തിനും മൂല്യച്യുതിക്കുമെതിരെ ജനജാഗ്രത എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത്. അത് തുടർന്ന് കൊണ്ടുപോകാൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിമർശനപരമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കാരണം
നമ്മൾ ഇത്രയൊക്കെ ചരിത്രബോധവും ശാസ്ത്രബോധവും നല്ല വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആൾക്കാരായിട്ടുള്ള കേരളത്തിൽ വീണ്ടും നമ്മളെ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അതിനെ അതിനുള്ള എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ നിലനിർത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2022 സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഒരു പോളിസി ഡോക്യുമെൻ്റ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പോളിസി ഡോക്യുമെന്റ് ഫോർ ലൈബ്രറി മോഡേണൈസേഷൻ 2022 മുന്നേറ്റം 2025 എന്നാണ് അതിൽ പറയുന്നത്. ഒട്ടനവധി പരിപാടികൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഇനിയും ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നാണ് നമുക്ക് ഈ പബ്ലിക് ലൈബ്രറി മാനിഫെസ്റ്റോമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ജസ്റ്റ് 1949 പബ്ലിക് ലൈബ്രറി മാനിഫെസ്റ്റോ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, സംസ്കാരം, വിജ്ഞാന വിതരണം, കമ്മ്യൂണിറ്റി ഇൻഫർമേഷൻ സെൻ്ററായിട്ട് പ്രവർത്തിക്കുക, അതുപോലെ തന്നെ വിനോദങ്ങൾക്ക് പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇത് 1994 പരിഷ്കരിച്ചിട്ടുണ്ട്. ഇഫ്ല യുനെസ്കോ പബ്ലിക് ലൈബ്രറി മാനിഫെസ്റ്റോ. നേരത്തെ യുനെസ്കോ മാത്രമായിരുന്നു, പിന്നീട് അത് ഇഫ്ല മീൻസ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ലൈബ്രറി അസോസിയേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് പബ്ലിക് ലൈബ്രറി മാനിഫെസ്റ്റോ പരിഷ്കരിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് നേരത്തെ തന്നെയാണ്. അറിവാണ്, സാക്ഷരതയാണ്, വിദ്യാഭ്യാസമാണ്, സംസ്കാരമാണ്. അതിൽ പ്രധാനമായിട്ട് 12 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒന്ന്, വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഡിജിറ്റൽ രൂപത്തിലുള്ള കണ്ടന്റുകൾ വ്യാപകമാകുമ്പോൾ അവയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബോധപൂർവം നടക്കേണ്ടത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. പക്ഷെ കേരളത്തിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് KFON എന്ന് പറയുന്നത്, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. അതായത് ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ വേഗതയുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതിയാണ് KFON എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിപാടികൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഗ്രന്ഥശാലകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻഫർമേഷൻ ലിറ്ററസിയും ഡിജിറ്റൽ ലിറ്ററസിയും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. പിന്നെ ഇതിൻ്റെ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് ഇഫ്ല യുനെസ്കോ പബ്ലിക് ലൈബ്രറി മാനിഫെസ്റ്റോ 2022 വീണ്ടും പരിഷ്കരിച്ചിട്ടുണ്ട്. അവിടെ ഇയർ വിട്ടു പോയിട്ടുണ്ട്. അത് വേൾഡ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോൺഗ്രസ് നടന്നിരുന്നു ഡബിളിൽ വെച്ചിട്ട്. അതിന് നിർദ്ദേശങ്ങളും കൂടി എടുത്തുകൊണ്ട് ഇഫ്ല യുനെസ്കോ പബ്ലിക് ലൈബ്രറി മാനിഫെസ്റ്റോ പരിഷ്കരിച്ചിട്ടുണ്ട് 2022. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ലൈബ്രറീസ് ആർ ദ ഏജൻറ്റ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ്. നേരത്തെ ഇവിടെ 17 മേഖലകളെക്കുറിച്ച് സൂചിപ്പിച്ചു. എനിക്ക് തോന്നുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാജ്യം പോലെ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യ ആ സ്ഥാനത്തിൻ്റെ ആ കാര്യത്തിലൊന്നും ചർച്ച വരുന്നില്ല. പക്ഷേ പല കാര്യങ്ങളിലും വികസിത രാജ്യങ്ങളോടൊപ്പം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള ഒരു കേരളത്തിൽ ഈ ഗ്രന്ഥശാലകളുടെ ആ ലക്ഷ്യങ്ങൾ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രന്ഥശാലകൾക്ക് ഒട്ടനവധി പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ സാധിക്കും. അത് അച്ചടി മാധ്യമങ്ങൾ പോലെ തന്നെ, അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളെ പോലെ, അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അറിവിനെ പോലെ തന്നെ ഡിജിറ്റൽ രൂപത്തിലുള്ള ഉള്ളടക്കങ്ങളും അത് ഒരു പ്രിവിലേജ്ഡ് ഗ്രൂപ്പിന് മാത്രമല്ല, നഗരത്തിലുള്ളവർക്കും ഗ്രാമത്തിലുള്ളവർക്കും മറ്റ് മേഖലകളിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലകളുള്ളവർക്കും കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ ഗ്രന്ഥശാലകൾക്ക് കഴിയണം. മറ്റൊരു നിർദ്ദേശമുള്ളത്,
നമ്മുടെ കേരളത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിനും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരുകളായി മാറിയിരിക്കുന്നു. ഇപ്പം എല്ലാ നമ്മളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിന് കണ്ണുവെച്ച പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചിലതൊക്കെ 2-3 പോയിന്റ്സും കൂടി, ഒരു 2 മിനിറ്റും കൂടി എനിക്ക് അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു 4-5 പോയിന്റ്സും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, കേരളത്തിൽ നമ്മളെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട അതിദാരിദ്ര്യ ലഘൂകരണം അത് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, മൈക്രോ പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് സീറോ ഹങ്കർ, വിശപ്പുരഹിത കേരളത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ നീട്ടിപ്പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ 69 ഗ്രാമപഞ്ചായത്ത് ലൈബ്രറികളാണുള്ളത്. അപ്പോൾ ഈ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറികൾ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പിന്തുണാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒന്ന്, നമ്മുടെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും ഒരു ലൈബ്രറിയെ, അതേതായാലും ഈ പ്രവർത്തനങ്ങൾക്കുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവയ്ക്കുള്ള ഒരു പിന്തുണാ സംവിധാനം ഒരുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു വില്ലേജ് നോളജ് സെൻ്ററായിട്ട്, ഒരു ഗ്രാമീണ വിജ്ഞാന കേന്ദ്രമായിട്ട് ആ ഒരു ലൈബ്രറിയെ, എല്ലാ ലൈബ്രറികളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു ലൈബ്രറിയെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട്, മറ്റ് 69 പഞ്ചായത്തിൽ നമുക്ക് പഞ്ചായത്ത് ലൈബ്രറിയെ തന്നെ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു ലൈബ്രറിയെ ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ലൈബ്രറികൾ, പബ്ലിക് ലൈബ്രറികൾ ഈ വരുന്ന, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ നടക്കാൻ പോകുന്ന ഇനി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അടുത്ത കൊല്ലം മുതൽ വിലയിരുത്തുന്നത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ എത്രത്തോളം മുന്നോട്ട് പോയി, അതുപോലെ തന്നെ അവരെത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു എന്നതിൻ്റെ പേരിലായിരിക്കും ഒരു പക്ഷേ അടുത്ത വർഷം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിലയിരുത്തുക. ആ കാര്യത്തിൽ നമ്മുടെ ഗ്രാമീണ ലൈബ്രറികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അവയർനെസ് ക്ലാസ്സുകളും അവയർനെസ് ക്രിയേഷൻ, അതുപോലെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ പരിപാടികൾ, ഇതിലൊക്കെ തന്നെ ഒരു ആഗോളതലത്തിൽ ചിന്തിക്കുകയും പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു, ഞാൻ അതിനൊരു ആശയത്തിന് ഗ്ലോക്കലൈസേഷൻ എന്നുള്ള ഒരാശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് കൊമേഴ്സിലും ട്രേഡിലും ഒക്കെ തന്നെ അത് വന്നിട്ടുള്ളതാണ്. ഗ്ലോക്കലൈസേഷൻ, ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ഫോർ ഗ്ലോബലൈസേഷൻ ഫോർ ലോക്കൽ development. So I conclude by saying that libraries are the knowledge, are the agents of knowledge transfer. Knowledge is for social change. Thus libraries, public libraries are the tools of social change. Thank you.